ഞാൻ കാത്ത് കാത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ മുതലാണ് കേട്ടോ ഇത്. ഓണമൊക്കെ അല്ലേ, ഒരു കസവ് സാരിയോട് വല്ലാത്തൊരു പൂതി. 500 രൂപയിൽ താഴെയാവുകയും വേണം, ബ്ലൗസും വേണം. ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഡിമാൻഡ്. അങ്ങനെ നോക്കി നോക്കി ഫ്ലിപ്കാർട്ടിൽ എനിക്ക് സാരി കിട്ടി. ഇതൊരു ടിഷ്യൂ സാരിയാണേ. ഇതിൻ്റെ റേറ്റ് വരിക 394 കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ. നല്ല റാണി പിങ്ക് കളറിൽ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബ്ലൗസ് പീസ്. അത്യാവശ്യം തരക്കേടില്ലാത്ത റേറ്റിംഗ് ഒക്കെ ഈ സാരിക്കുണ്ട്. കൂടാണ്ട് കുറേ കളറിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോയിൽ ഇത്തിരി കളർ മങ്ങിയിരുന്നാലും ഇത് നേരിട്ട് കാണുമ്പോൾ ഇത്തിരി തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടൊരു സമാധാനമില്ലാതെ ഈ ബ്ലൗസിൻ്റെ തുണിയൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നേ. സാരി ഉടുക്കാനാണ് കൊതിയെങ്കിലും സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ വീണ്ടും മനസ്സിലാക്കി എൻ്റെ മനസ്സങ്ങ് മാറ്റിയേ. ഇനി ഇത് സാരിക്കുള്ള തുണിയല്ല കേട്ടോ, നമുക്കിതുണ്ട് പാവാട തയ്ക്കാം. സാരി പാവാടയാകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാനെങ്കിലും പറ്റുമല്ലോ. എന്തായാലും സാരി ഇപ്പോൾ പാവാടയായി, ഇനി അതിനൊരു ഉടുപ്പ് വേണ്ടേ. അതിന് ഞാൻ തപ്പിയത് മീഷോയിലാണ് കേട്ടോ. മീഷോയിൽ നേരത്തെ തന്നെ ഞാൻ നോട്ടമിട്ട് വെച്ചിരുന്ന ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ. ഇനി ഇത് വലിച്ചു പൊട്ടിക്കാണ്ട് എനിക്കൊരു സമാധാനവുമില്ല. മീഷോ ആയതുകൊണ്ട് പണി കിട്ടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം കിട്ടിയപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി. നല്ല ചെറുപയർ പച്ച കളറിൽ ഒരു ബ്ലൗസ്, ഇതിൽ നല്ല പച്ച കളറിൽ ഇലയുടെ കുഞ്ഞു കുഞ്ഞു വർക്ക്. ഇത് വന്നിട്ട് പ്രിൻസസ് കട്ട് മോഡലാണേ. കൂടാണ്ട് ഈ ലീഫിലൊക്കെ നല്ല ചെറിയ മിനുക്കം ഉണ്ട് കേട്ടോ. ഇത് കയ്യിൽ കിട്ടിയിട്ട് അത്യാവശ്യം വലിയുന്നുണ്ട്. പക്ഷേ ഇത് ബനിയൻ ടൈപ്പ് അല്ല കേട്ടോ. ഇതിൻ്റെ നെക്ക് പോർഷനിൽ വന്നിട്ട് ദേ ഇങ്ങനെ ചെറിയ മുത്തുമുത്ത് പോലെയുള്ള ചെറിയ വർക്ക്. ഇത് പാവാടയ്ക്ക് ബ്ലൗസ് ആക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. 200 രൂപയ്ക്കാണേ ഞാനത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഫ്ലിപ്കാർട്ടിൽ ഈ ബ്ലൗസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫുൾ സ്ലീവിൽ ഈ ഒരു എമൗണ്ടിന് മീഷോയിൽ കിട്ടുന്ന ഒരടിപൊളി ബ്ലൗസാണ് കേട്ടോ ഇത്. ഈ ബ്ലൗസിനും കുറേ കളർ ഷെയ്ഡൊക്കെ അവൈലബിൾ ആണേ. ഉടുപ്പുമായി പാവാടയായി. ഇനിയിപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടാലോ. എനിക്ക് പാവാടയും ഉടുപ്പും ഒക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്